തൃശൂർ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് നാളെ പുലികൾ ഇറങ്ങും. ഇത്തവണ 9 സംഘങ്ങളാണുള്ളത്. ഒരു സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളുണ്ടാകും. നാളെ വൈകിട്ട് 4-ന് അതത് ദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുലികളി സംഘങ്ങളെ 10,000-കണക്കിന് ആളുകൾ വരവേൽക്കും. ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കുന്ന തനത് കലാരൂപങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരിലെ പുലിക്കളി. 200 വർഷത്തിലധികം പഴക്കമുണ്ട് പുലിക്കളിയുടെ ചരിത്രത്തിന്. തൃശ്ശൂരിൽ 4-ാം ഓണനാളിൽ നടക്കുന്ന ആഘോഷം കൂടിയാണിത്. വരയൻ പുലി, കരിമ്പുലി, പുള്ളിപ്പുലി തുടങ്ങി പരമ്പരാഗത പുലികൾക്കൊപ്പം പെൺപുലികളും കുട്ടിപ്പുലികളും ഇത്തവണയും അണിനിരക്കും. 9 പുലിക്കളി സംഘങ്ങളാണ് ഇത്തവണ നഗരത്തിൽ ഇറങ്ങുന്നത്. പണ്ടൊക്കെ സ്ത്രീകൾ പുലിക്കളി കാണാൻ വരില്ല. കാലങ്ങളായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ ഈ കോർപ്പറേഷനിൽ പുലിക്കളി ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിനൊരു അച്ചടക്ക സ്വഭാവം എല്ലാം വന്നത്. അപ്പോൾ സ്ത്രീകൾ പുലിക്കളി കാണാൻ വരാത്ത ഒരു കാലഘട്ടത്തെ മാറ്റി കുട്ടികൾക്കടക്കം, പെൺകുട്ടികൾക്കടക്കം പുലിക്കളിയിൽ വരാം എന്നുള്ളതിൻ്റെ, അവർക്ക് വേണമെങ്കിൽ കളിക്കാം. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇതിപ്പോൾ ജൻസികളുടെ ലോകമാണല്ലോ. ജൻസികളാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. അപ്പം പുതിയ തലമുറ, അടുത്ത തലമുറ കൂടി പുലിക്കളിയിലേക്ക് വരണം. നമ്മുടെ നാടിൻ്റെ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ പോരാട്ട വീര്യം എടുത്തു കഴിഞ്ഞാൽ പണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളും പെൺപുലികളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്തവണ ഒരു പെൺകുട്ടി പുലിയാണ് മുന്നിലേക്ക് വയ്ക്കുന്നത്. നാളെ വൈകിട്ട് 5-ഓടെ സ്വരാജ് റൗണ്ടിൽ പുലികളെത്തും. നടുവിലാൽ ഗണപതിക്ക് നാളികേരമുടച്ച് സ്വരാജ് റൗണ്ട് ചുറ്റും. ദീപാലങ്കൃതമായ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടാകും. മനുഷ്യപ്പുലികളുടെ സമാനതകളില്ലാത്ത നൃത്തോത്സവം 10,000-ങ്ങൾക്ക് ഹരമാകും. ആനയും എഴുന്നള്ളിപ്പുമില്ലാത്ത തൃശ്ശൂരിൻ്റെ 2-ാം പൂരമാണിത്. പുലിച്ചമയ പ്രദർശനം മടകളിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ ആരംഭിച്ചു. വിയൂർ യുവജന സംഘം, കുട്ടംകുളങ്ങര ദേശം, പാട്ടുരായ്ക്കൽ ദേശം, സീതാറാമിൽ ദേശം, ചാക്കാമുക്ക് ദേശം, കാനാട്ടുകര ദേശം, ഒളരിക്കര, ശങ്കരംകുളങ്ങര ദേശം, അയ്യന്തോൾ ദേശം എന്നീ 9 ടീമുകളാണ് പുലികളെ എത്തിക്കുക. നാളെ നഗരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കും. കൈരളി ന്യൂസ്, തൃശൂർ.